അവിടെ നിന്ന് ഒരു സ്ഥലം മാറ്റത്തിന് വേണ്ടി ആഗ്രഹിച്ചു. 3 വർഷമായി. എൻ്റെ ആരോഗ്യം, കോളേജ്, പള്ളി രണ്ടും കൂടെ ഒരുമിച്ച് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കാരണമാണ്. എനിക്കറിയായിരുന്നു പിതാവ് സമ്മതിക്കില്ല. കാരണം അവിടെ ഒരു പള്ളി പണിയേണ്ട ആവശ്യമുണ്ട്. അങ്ങനെ ഞാൻ പള്ളിമുറ്റത്തൂടെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ ഒരു അത്ഭുതകരമായ ഇടപെടൽ. പെട്ടെന്ന് ഒരു ഡ്രമാറ്റിക് സീൻ പോലെ ഒരു സ്ത്രീയുടെ ശബ്ദം ഞാൻ കേൾക്കുകയാണ്. പണിയില്ല, എനിക്ക് ആരോഗ്യമില്ല, പണമില്ല. ഉടനെ മറുപടി കേൾക്കുകയാണ്, ആരോഗ്യം ഞാൻ തരും, പണവും ഞാൻ തരും. അപ്പോൾ എനിക്ക് പെട്ടെന്ന് മനസ്സിലായത് പരിശുദ്ധ അമ്മയുടെ ഇടപെടലാണ്. ഈശോയിൽ ഒത്തിരി സ്നേഹമുള്ളവരെ, നമ്മളിന്ന് പരിശുദ്ധ അമ്മയുടെ പിറവി തിരുനാൾ കൊണ്ടാടുകയാണ്. നമ്മെ സംബന്ധിച്ച് വലിയ സന്തോഷത്തിൻ്റെ, ദൈവാനുഗ്രഹത്തിൻ്റെ, ദൈവാനുഭവത്തിൻ്റെ നിമിഷമാണ്. നമുക്ക് നമ്മുടെ പിറന്നാൾ സന്തോഷത്തിൻ്റെ അവസരമാണ്. നമ്മുടെ അമ്മയുടെ തിരുനാൾ ഇരട്ടി മധുരമാണ്. അമ്മയുടെ പിറവി തിരുനാളിൻ്റെ മംഗളങ്ങൾ ആശംസിക്കുന്നു. ആയതുകൊണ്ട് ഇത് നമ്മുടെ എല്ലാവരുടെയും തിരുനാളാണ്. അമ്മയുടെ ഈ പിറവി തിരുനാളിൻ്റെ അവസരത്തിൽ അമ്മയിലൂടെ ലഭിച്ച ചില അനുഭവങ്ങൾ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ 2013-22 കാലഘട്ടത്തിൽ പാലാരൂപതയിലെ ചിറ്റാറ് എന്ന പള്ളിയിൽ വികാരിച്ചനായിരുന്നു. ഏകദേശം 130 വർഷത്തോളം പഴക്കമുള്ള പള്ളിയാണ് പ്രസ്തുത പള്ളി. 2016 എനിക്ക് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ഓപ്പറേഷൻ്റെ ഫലമായി എൻ്റെ കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടു. ഞാൻ ആ സമയത്ത് പാലാ അൽഫോൻസ കോളേജിൽ അധ്യാപകനായിട്ട് സേവനമനുഷ്ഠിക്കുന്ന അവസരം കൂടിയാണ്. 2016 ഞാൻ പിതാവിൻ്റെ അടുത്ത് അവിടെ നിന്ന് ഒരു സ്ഥലം മാറ്റത്തിന് വേണ്ടി ആഗ്രഹിച്ചു. 3 വർഷമായി. എൻ്റെ ആരോഗ്യം, കോളേജ്, പള്ളി രണ്ടും കൂടെ ഒരുമിച്ച് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കാരണമാണ്. എനിക്കറിയായിരുന്നു പിതാവ് സമ്മതിക്കില്ല. കാരണം അവിടെ ഒരു പള്ളി പണിയേണ്ട ആവശ്യമുണ്ട്. അപ്പം ഞാൻ പഴയ പള്ളിയുടെ മുറ്റത്തൂടെ കൈ ജപമാല ഏന്തി പ്രാർത്ഥിക്കുകയാണ്. നാളെ ഞാൻ പിതാവിനെ കാണാൻ പോകും. പിതാവ് യെസ് പറയണം. എനിക്ക് അവിടുന്ന് സ്ഥലം മാറ്റം അതിനുവേണ്ടി. അങ്ങനെ ഞാൻ പള്ളിമുറ്റത്തൂടെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ ഒരു അത്ഭുതകരമായ ഇടപെടൽ. പെട്ടെന്ന് ഒരു ഡ്രമാറ്റിക് സീൻ പോലെ ഒരു സ്ത്രീയുടെ ശബ്ദം ഞാൻ കേൾക്കുകയാണ്, അങ്ങനെ പോകാൻ പറ്റില്ല, പള്ളി പണിതിട്ട് പോയാൽ മതി. ഞാൻ ഉടനെ പ്രത്യുത്തരിച്ചു, പണിയില്ല, എനിക്ക് ആരോഗ്യമില്ല, പണമില്ല. ഉടനെ മറുപടി കേൾക്കുകയാണ്, ആരോഗ്യം ഞാൻ തരും, പണവും ഞാൻ തരും. അപ്പോൾ എനിക്ക് പെട്ടെന്ന് മനസ്സിലായത് പരിശുദ്ധ അമ്മയുടെ ഇടപെടലാണ്. ഞാൻ പരിശുദ്ധ അമ്മയുടെ വലിയ ഒരു ഭക്തനാണ്. ഞാൻ അതുകൊണ്ട് പിതാവിനെ സമീപിച്ച് സ്ഥലം മാറ്റത്തിൻ്റെ ആവശ്യം വേണ്ടെന്ന് വെച്ചു. അപ്പം എനിക്കൊരു ചിന്താക്കുഴപ്പമുണ്ടായി. പള്ളി അവിടെ പണിയണം, നിലവിലിരിക്കുന്ന സ്ഥലത്ത് പള്ളി പണിയണോ? അവിടെ സ്ഥല സൗകര്യ പരിമിതികളുണ്ട്. കാരണം തൊട്ടടുത്ത് സ്കൂളുണ്ട്. ഗവൺമെൻറ് നിയമം അനുസരിച്ച് സ്കൂളിൻ്റെ അടുത്ത് പള്ളി പണിതാൽ, കെട്ടിടം നിർമ്മിച്ചാൽ അത് പൊല്യൂഷൻ പ്രശ്നമുണ്ടാകും. ഞാൻ പിറ്റേ ദിവസം ജപമാല ചെല്ലുന്ന സമയത്ത് ഞാൻ അമ്മയോട് ചോദിച്ചു, അമ്മ എവിടെയാണ് പള്ളി പണിയേണ്ടത്? അമ്മ എവിടെ വലിയ പ്രകാശം കാണിക്കുന്നു അവിടെ ഞാൻ അമ്മയുടെ മധ്യസ്ഥതയിൽ ദേവാലയം പണിയും. പിറ്റേ ദിവസം ജപമാലയായി ഞാൻ പള്ളിമുറ്റത്തൂടെ പ്രാർത്ഥിച്ചു നടക്കുമ്പോൾ പെട്ടെന്നൊരു പ്രകാശം ലഭിച്ചു. ഇപ്പോൾ പുതിയ പള്ളി പണിത സ്ഥലത്ത് ഒരു വലിയ പ്രകാശം. പിറ്റേ ദിവസം ഞാൻ ആൾക്കാരോട് പറഞ്ഞു, ഇവിടെയാണ് പള്ളി പണിയേണ്ടത്. ആൾക്കാരെല്ലാവരും ചിരിച്ചു, അച്ചോ അവിടെ എങ്ങനെ പള്ളി പണിയും? ഒരു മല, നിലവിലുള്ള പള്ളി റോഡിൽ നിന്ന് 100 അടി പൊക്കത്തിലാണ്. അതിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലമാണ്.
ഞാൻ പറഞ്ഞു നമുക്കിവിടെ പണി ആരംഭിക്കാം. പിന്നെ ജപമാലയുടെ പ്രാർത്ഥനയുടെ നിമിഷങ്ങളായിരുന്നു. എല്ലാ ദിവസവും തന്നെ ദേവാലയത്തിൽ ജപമാല ചൊല്ലി, വിശ്വകുർബാന എഴുന്നള്ളിച്ച് വെച്ച് ജപമാല ചൊല്ലി. എനിക്കറിയാം 2018 മെയ് 29 തറക്കല്ലിട്ടത്. തറക്കല്ലിട്ട് ഉടൻ തന്നെ പ്രളയം ഉണ്ടായി. പ്രളയം തീർന്നപ്പോൾ കോവിഡ് വന്നു. ഈ സമയത്തെല്ലാം ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചു. അങ്ങനെയാണ് 1000 മണി ജപമാല ആരംഭിച്ചത്. ദേവാലയം ഭംഗിയായിട്ട് പണി മുന്നോട്ട് പോകണം. വലിയ ഇടവക്കാരിൽ ഏകദേശം 280 വീട്ടുകാരേ ഉള്ളൂ. പള്ളിക്ക് നല്ല ചെലവ് വരും. അപ്പോൾ ഞാനൊരു കാര്യം തീരുമാനിച്ചു. അങ്ങനെയാണെങ്കിൽ ഞാൻ ജപമാല ചൊല്ലിയപ്പോൾ എൻ്റെ മനസ്സിലോർത്തു ചെരുപ്പ് ഉപേക്ഷിക്കാൻ. അങ്ങനെ ഞാൻ തറക്കല്ലിട്ടെന്ന് ഞാൻ ചെരുപ്പ് ഉപേക്ഷിച്ചു. 4 വർഷം നഗ്നപാതകനായി. ഞാൻ കോളേജിലെ പ്രൊഫസറായിരുന്നു. കോളേജിൽ പോലും ഞാൻ ചെരുപ്പിടാതെയാണ് പോയത്. വെഞ്ചരിച്ച അന്നാണ് ഞാൻ ചെരുപ്പിടുക. ഞാൻ സൂചിപ്പിച്ചു വന്ന കാര്യം ഇതാണ്. ഈ ദേവാലയത്തിൻ്റെ നിർമ്മാണം ഭംഗിയായിട്ട് നടന്നു എന്നുള്ളതാണ്. ഏകദേശം 250 ആൾക്കാർ മാത്രം. ഏകദേശം അവിടുത്തെ പ്രത്യേക സാഹചര്യം അനുസരിച്ച് പള്ളിക്ക് 7 കോടി രൂപയായി. അത്ഭുതമെന്ന് പറയട്ടെ, 1 രൂപ പോലും കടവില്ലാതെ പ്രളയകാലത്ത്, കോവിഡ് കാലത്ത് പള്ളിയുടെ പണി പൂർത്തിയായെന്ന് വെച്ചാൽ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം അമ്മയോടുള്ള പ്രാർത്ഥനയായിരുന്നു. ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചു എന്നുള്ളതാണ്. സാധാരണ പള്ളി പണിയുമ്പോൾ അച്ഛന്മാരൊക്കെ അവിടെ പേരെഴുതി വെക്കാറുണ്ട്. അപ്പോൾ എനിക്കൊരു സന്ദേശം ലഭിച്ചു. അതുകൊണ്ട് ദൈവ നിയോഗം എന്ന വണ്ണം ഞാൻ അവിടെ എഴുതി വെച്ചു, ഒരു കോവിഡ് കാലത്ത് മാതാവ് നിർമ്മിച്ച ദേവാലയം. അതൊരു വലിയൊരു അത്ഭുതമായിരുന്നു. അതിനുശേഷം ഒത്തിരി പേര് പള്ളി കാണാനെത്തി. എന്നെ ഏറ്റവും ആകർഷിച്ച ഒരു കാര്യം, ഒരിക്കൽ കൊല്ലം ഭാഗത്തുനിന്ന് ഒരു കലാകാരൻ, അദ്ദേഹം നിരീശ്വരനായിരുന്നു, ദൈവവിശ്വാസമില്ലായിരുന്നു. യൂട്യൂബിൽ ഈ പള്ളിയെപ്പറ്റി കേട്ടപ്പം അദ്ദേഹം പള്ളി കാണാനെത്തി. അദ്ദേഹം പള്ളിയുടെ സമീപ പ്രദേശങ്ങളെല്ലാം പോയി. അപ്പോൾ അദ്ദേഹത്തിന് ആഗ്രഹം, ആരാണ് ഈ പള്ളി പണിത അച്ഛൻ്റെ? അപ്പോൾ അച്ഛൻ്റെ പേര് അവിടെയില്ല. അന്നേരം സമീപത്തുള്ള, ഞാനന്ന് കോളേജിലായിരുന്നു, സമീപത്തുള്ള ആൾക്കാരോട് ചോദിച്ചപ്പോൾ ആ അച്ഛൻ പള്ളിയിലുണ്ട്, കോളേജിലുണ്ടെന്ന് പറഞ്ഞു. അദ്ദേഹം എൻ്റെ അടുത്ത് എന്നെ കാണാൻ വന്നു. എന്നിട്ട് പുള്ളി എന്നോട് പറഞ്ഞു, ഈ കലാകാരൻ അദ്ദേഹം പറഞ്ഞു, എൻ്റെ അച്ഛോ, ഞാനൊരു നിരീശ്വരനായിരുന്നു, പക്ഷേ ഇപ്പോൾ ഞാനൊരു വിശ്വാസിയായി. കാരണം ഇത് മനുഷ്യന് പണിയാൻ പറ്റിയ ഒരു ദേവാലയം. ഇത് ദൈവം അച്ഛൻ എഴുതി വെച്ചതുപോലെ അത് മാതാവ് നിർമ്മിച്ച ദേവാലയം. അത്രയ്ക്ക് പെർഫെക്ഷനുള്ള, പൂർണ്ണതയുള്ള ദേവാലയം. അതൊരു സുവിശേഷ പ്രഘോഷണമായിരുന്നു. അതുകൊണ്ട് പ്രത്യേകിച്ച് മാതാവിൻ്റെ ഇടപെടൽ നമ്മുടെ വ്യക്തി ജീവിതത്തിലൊക്കെ അങ്ങനെയാണ്. ഗബ്രിയേൽ ദൂതൻ മറിയത്തോട് പറഞ്ഞൊരു വാചകമുണ്ട്. മറിയത്തിലൂടെ ലോകം മുഴുവൻ, ദൈവത്തിന് എല്ലാം സാധ്യമാണ്, ദൈവത്തിനൊന്നും അസാധ്യമല്ല. അത് പ്രത്യേകിച്ച് പരിശുദ്ധ അമ്മയുടെ കൂടെ നമ്മൾ നടക്കുമ്പോൾ, അമ്മയുടെ കൈ പിടിക്കുമ്പോൾ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ഉണ്ടാകും എന്നുള്ളതിന് നേർ സാക്ഷിയാണ്. അമ്മ നമ്മളോട് പറയുന്നത് പ്രത്യേകിച്ച് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കണമെന്നാണ്. ജപമാല വലിയ ഒരു വജ്രായുധമാണ്. ലോകത്തിൻ്റെ തിന്മകളെ, നമ്മുടെ കുടുംബത്തിൻ്റെ പ്രതിസന്ധികളെ ഒക്കെ പരിഹരിക്കാൻ ദൈവം തന്ന സ്വർഗത്തിൻ്റെ സമ്മാനമാണ് ജപമാല. ജപമാല ചൊല്ലണം, പ്രാർത്ഥിക്കണം. അമ്മ ഈ ജപമാലയിലൂടെ നമ്മളോട് മൗനമായി സംവേദിക്കുന്ന മറ്റൊരു കാര്യമുണ്ട്. അത് വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 16:15, നിങ്ങൾ ലോകമെങ്ങും പോയി സുവിശേഷം പ്രസംഗിക്കണം. ജപമാല രഹസ്യത്തിൻ്റെ അന്തസ്സത്ത ഇതാണ്. ഇതിൽ ഒതുങ്ങുന്ന ഒരു പ്രാർത്ഥനയല്ല എന്നുള്ളതാണ്. ഇന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ മാനസാന്തരം ഉണ്ടായത് ജപമാലയിലൂടെയാണ്. നമുക്കറിയാവുന്നതാണ് ലൂർദ്, ഫാത്തിമ, അവിടെ ഒത്തിരി വ്യക്തികൾ എത്തിയിട്ടുണ്ട്. ദൈവമില്ലെന്ന് പറഞ്ഞവർ അവസാനം 2 കൈ ഉയർത്തി ദൈവം ഉണ്ടെന്ന് പറഞ്ഞ് പോയിട്ടുണ്ടെങ്കിൽ അതിനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം മാതാവിൻ്റെ സാന്നിധ്യമാണ്. നമുക്കെല്ലാം അറിയാവുന്നതാണ്, വളരെ പ്രസിദ്ധമായ ഒരു മാസികയാണ് നാഷണൽ ജിയോഗ്രഫിക്കൽ ചാനൽ.
സെക്കുലർ മാഗസിനാണ്. വൈദികരോ സന്യസ്തരോ ഇറക്കുന്ന മാഗസിനല്ല. 2015 അവരൊരു പഠനം നടത്തി. ഇതുവരെ ലോകത്തെ ഏറ്റവും സ്വാധീനിച്ച വ്യക്തി, ദ മോസ്റ്റ് പവർഫുൾ വിമൻ ഇൻ ദ വേൾഡ്. അവസാനം അവർ കണ്ടെത്തിയത് ലോകത്തിലെ ഏറ്റവും ശക്തയായ വനിത പരിശുദ്ധ അമ്മയാണ് എന്നുള്ളതാണ്. അപ്പോൾ ലോകം ഇന്ന് സുവിശേഷ പ്രഘോഷണത്തിൻ്റെ പ്രധാന ഒരു ശക്തി അത് പരിശുദ്ധ അമ്മയാണ്. അമ്മ ആഗ്രഹിക്കുന്നു. ഒരുപക്ഷെ നമ്മൾ വളരെ കാലികമായി പ്രായോഗികമായി ചിന്തിച്ചാൽ നമുക്കറിയാം, പരിശുദ്ധ അമ്മ പല സ്ഥലങ്ങളിലും പ്രത്യക്ഷപ്പെട്ടതായിട്ട് പറയാറുണ്ട്. ഒത്തിരി വ്യക്തികൾ പറയാറുണ്ട്, ഇന്ത്യയിലും കേരളത്തിലുമൊക്കെ. ഇതിനെപ്പറ്റി ഒരാളെ സരസമായിട്ട് ഇങ്ങനെ ചോദിച്ചു, ഈ പരിശുദ്ധ അമ്മയ്ക്ക് സ്വർഗത്തിൽ ഇരിക്കാൻ സമയമില്ലേ? പരിശുദ്ധ അമ്മ എപ്പോഴും ഭൂമിയിലാണോ? അതിന് മറ്റൊരാൾ കൊടുത്ത മറുപടി ഇതാണ്, ഈശോ ദൈവം തമ്പുരാൻ അമ്മയെ ലോകത്തിലേക്ക് വിട്ടിരിക്കുകയാണ്. കാലിക ലോകത്തെ അമ്മയുടെ കരങ്ങളിൽ ഏൽപ്പിച്ചിരിക്കുകയാണ്. എവിടെ ദുഃഖമുണ്ടോ, എവിടെ വേദനയുണ്ടോ, അവിടെ അമ്മയെത്തും. അമ്മയെ നമ്മുടെ സ്വന്തം അമ്മയായി കുരിശിൽ വെച്ച് യോഹന്നാനിലൂടെ നമുക്കെല്ലാം അമ്മയെ തന്നതുപോലെ ഇന്ന് അമ്മ ലോകം മുഴുവൻ നമ്മുടെ അടുത്തുണ്ട്. നമ്മുടെ ആവശ്യങ്ങളിൽ അമ്മ ചാരത്തുണ്ട്. നമ്മുടെ കണ്ണീരൊപ്പാൻ അമ്മ കൂടെയുണ്ട്. നമ്മുടെ തകർച്ചകളിൽ താങ്ങായി സ്വാന്തനമായി അമ്മയുടെ സാന്നിധ്യമുണ്ട്. അമ്മ എപ്പോഴും ഉണ്ട്. അതുകൊണ്ട് അമ്മയെ ദൈവം നമ്മുടെ ആവശ്യങ്ങളിലേക്ക്, നമ്മുടെ ദുഃഖങ്ങളിലേക്ക് ദൈവം പറഞ്ഞയച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഈ 2025 പിറവി തിരുനാൾ അങ്ങനെ ഈ ഒരു ദൈവിക കണ്ടെത്തലിൻ്റെ അവസരമാകട്ടെ. മരിയ ഭക്തി കാലികമായ ഭക്തിയാണ്. അത് ദൈവം ആഗ്രഹിക്കുന്ന ഭക്തിയാണ്. അത് ബൈബിൾ അധിഷ്ഠിതമാണ്. ജപമാലയിലെ പ്രാർത്ഥനകളെല്ലാം സുവിശേഷ അധിഷ്ഠിതമാണ്. യേശുവിൻ്റെ രഹസ്യങ്ങളാണ് നമ്മൾ ജപമാലയിൽ ധ്യാന വിഷയമാക്കുക. അങ്ങനെ ജപമാല കൈകളിലേന്തി, നമുക്കറിയാവുന്നതാണ്, ലോകത്തിലെ പ്രസിദ്ധരായിട്ടുള്ള പല ശാസ്ത്രജ്ഞരും അവിടെ ജീവിതത്തിൻ്റെ വലിയ രഹസ്യമായിട്ട് ജപമാലയെ ലോകത്തിൽ ഉച്ചസ്വരത്തിൽ പ്രഘോഷിച്ചവരാണ്. അതുകൊണ്ട് ജപമാല ഒരു ആയുധമാണ്. ദൈവം തന്ന ആയുധമാണ് ജപമാലയെ ചേർത്ത് വയ്ക്കാൻ. അങ്ങനെ നമ്മുടെ ജീവിതത്തെ കുറച്ചുകൂടെ സ്വർഗോന്മുഖമായിട്ട് മുന്നോട്ട് കൊണ്ടാകാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി എല്ലാവർക്കും അമ്മയുടെ പിറവി തിരുനാളിൻ്റെ സ്നേഹോഷ്മളമായിട്ടുള്ള മംഗളങ്ങൾ ആശംസിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.